ബാലസംഘത്തിന്റെ വേനൽത്തുമ്പി കലാജാഥയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ മാസം 16-ാം തീയതി ഇവിടെ ആരംഭിച്ചിട്ടുള്ള പരിശീലന പരിപാടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. 16 മുതൽ 23-ാം തീയതി വരെ വിവിധ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ബാലസംഘത്തിന്റെ കൂട്ടുകാർ അതിമനോഹരമായ സ്ക്രിപ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രവിഷ പ്രമോദാണ്. അവരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേനൽത്തുമ്പിയുടെ സ്ക്രിപ്റ്റ് പ്രകാശനം ചെയ്യുന്നത് ജില്ലാ കൺവീനറായിട്ടുള്ള ബി സുന്ദരേട്ടനാണ്. സുന്ദരേട്ടനെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനും കോഴിക്കോട് ജില്ലയുടെ ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഭയരാജാണ്. വളരെ സന്തോഷത്തോടു കൂടി കൂട്ടുകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഏരിയ കൺവീനറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സുനിൽകാവുങ്ങൾ, നമ്മുടെ ഏരിയയുടെ സെക്രട്ടറി ആയിട്ടുള്ള സാരംഗ്, 9 ദിവസം നീണ്ടു നിന്ന ഈ ക്യാമ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ബിജു, അതുപോലെ തന്നെ ആഷിഫ് മാഷ് എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ മാനേജറായിട്ടുള്ള ഷൈനിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും പ്രദേശത്തെ മുഴുവൻ കൂട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഏരിയ പ്രസിഡന്റായിട്ടുള്ള വിസ്മയെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് പ്രവിഷ പ്രമോദിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷ, ബാലസംഘത്തിന്റെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിസ്മയ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞിട്ടുള്ള കൂട്ടുകാർ ഉൾപ്പെടെ ബാലസംഘത്തിന്റെ ജില്ലാ ഭാരവാഹികൾ, ഏരിയ ഭാരവാഹികൾ, സംഘാടക സമിതിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികൾ, പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട ബാലസംഘത്തിന്റെ കൂട്ടുകാരെ 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 ഉഷാറില്ലെല്ലാവരും? അതെയോ? ശബ്ദമില്ലല്ലോ. കൂട്ടുകാരെ ഉഷാറന്നെ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. പ്രതികൂലമായ കാലാവസ്ഥയാണ്, വേഗത്തിൽ അവസാനിപ്പിക്കാം. കുറെ നേരം സംസാരിക്കണോ? എത്ര നേരം സംസാരിക്കണം? 1 മണിക്കൂർ മതിയോ? 1 മണിക്കൂർ പ്രസംഗിച്ചാ മതിയോ? മതി? കൂട്ടണോ? 2 മണിക്കൂർ പറയണം. എത്ര പേർക്ക് 2 മണിക്കൂർ ഞാൻ സംസാരിക്കണം? നോക്കട്ടെ, അഭിപ്രായം പരിഗണിക്കാം. 2 മണിക്കൂർ സംസാരിക്കണം. ഇങ്ങനെ കേൾക്കേണ്ട. ഇവിടെ മുന്നിൽ കുറച്ച് പേരുണ്ട്. 1 അരമണിക്കൂർ കൊണ്ട് നിർത്തിക്കോന്ന് പറയുന്ന നേരം കേട്ടോ. 1 അരമണിക്കൂർ കൊണ്ട് നിർത്തിക്കോ? ഇല്ല, വേഗത്തിൽ അവസാനിപ്പിക്കാം. കാലാവസ്ഥ കൂടെ പരിഗണിച്ചുകൊണ്ട് വേഗത്തിൽ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വലിയ പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല, പരസ്പരം സംസാരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്. ബാലസംഘത്തിന്റെ 2025 വർഷത്തെ വേനൽത്തുമ്പി സംസ്ഥാന പരിശീലന ക്യാമ്പ് എറണാകുളം ഏരിയമംഗലത്ത് വെച്ച് നടക്കുകയും ശേഷം ജില്ലാ ക്യാമ്പുകളും തുടർന്ന് ഏരിയ ക്യാമ്പുകളെല്ലാം തന്നെ നടന്ന്
ഏകദേശ ഏരിയകളും പര്യടനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബാലസംഘത്തിന്റെ കൃത്യമായ രാഷ്ട്രീയമെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷം നമ്മുടെ വേനൽത്തുമ്പി എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. കൂട്ടുകാരെ, നമുക്ക് പരസ്പരം വർത്താനം പറയാം കേട്ടോ കുറച്ച് സമയം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ബാലസംഘത്തിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ജയിച്ചു അല്ലേ? എല്ലാരും നോക്കിയാണ്. അതാ ഒരു കൈയ്യടി കൊടുത്ത്. ബാലസംഘത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നമ്മുടെ വേനൽത്തുമ്പിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം എന്താണ്, നമ്മുടെ നിലപാട് എന്താണ്, ഏതൊരു വിഷയവും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏത് നിലപാടുകളാണ് സ്വീകരിക്കുന്നത്, എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്. ഇപ്രാവശ്യം വേനൽത്തുമ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേനൽത്തുമ്പി നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എങ്ങനെയാണ് നമ്മളായി മാറിയത് എന്നുള്ളത് ഇനി വരുന്ന തലമുറ പഠിക്കേണ്ട നിലയിലേക്ക് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പറയുന്ന സമയത്ത് കൃത്യമായിക്കൊണ്ട് നമ്മൾ എങ്ങനെയായി മാറിയത് എന്നുള്ളത് ബാലസംഘത്തിന്റെ ബദൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ യൂണിറ്റുകളിലേക്കെല്ലാം തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ നാട്ടിനകത്ത് ഇതുപോലെ വൈകുന്നേരം നമുക്ക് കൂടിയിരിക്കാൻ വേണ്ടി പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ട ആഹാരം നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇഷ്ടപ്പെട്ട വസ്ത്രം നമുക്ക് ധരിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇഷ്ടപ്പെട്ട ആഭരണം നമുക്ക് ധരിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇഷ്ടപ്പെട്ട പുസ്തകം നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇത്തരത്തിലേക്കെല്ലാം തന്നെ ഒരു നാട് നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുള്ളത് നവോത്ഥാന സമരങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മറ്റ് ഇടതുപക്ഷത്തിന്റെ എല്ലാം തന്നെ പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ ഭാഗമായിക്കൊണ്ടാണ് വലിയ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് ഉൾപ്പെടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചുള്ളത്. വലിയ സമരങ്ങളിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും എല്ലാം തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഈ സമരങ്ങളെയെല്ലാം തന്നെ, ഈ ചരിത്രങ്ങളെല്ലാം തന്നെ ഇനി വരുന്ന തലമുറ പഠിക്കേണ്ട എന്നതിലേക്ക് പ്രഖ്യാപിക്കുന്ന സമയത്ത് ബാലസംഘം കൃത്യമായി കൊണ്ട് പറയുകയാണ് എങ്ങനെയാണ് ഈ നാട് ഇങ്ങനെ മാറിയിട്ടുള്ളത്, എന്തൊക്കെ സമരങ്ങളാണ് ഇതിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ മാറിയത്, നമ്മൾ എങ്ങനെയാണ് നമ്മളായി മാറിയത് എന്നുള്ളത് ബാലസംഘം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാലസംഘത്തിന്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം തന്നെ കൃത്യമായി കൊണ്ട് ഈ രാജ്യത്തിന്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രഭാഗങ്ങളെല്ലാം തന്നെ പാഠഭാഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന സമയത്ത് എന്താണ് ശാസ്ത്രമെന്നും എന്താണ് ശാസ്ത്രബോധമെന്നും കുട്ടികളോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ ഇടയിലേക്ക് വർഗീയത ഉൾപ്പെടെ കുത്തിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടത്തിനകത്ത് കൃത്യമായി കൊണ്ട് ശാസ്ത്രം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചു പോവാണ്. കളിക്കാനുള്ള അവകാശമുണ്ട്, പിന്നെയോ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ കുറെ അവകാശങ്ങളുണ്ടല്ലോ നമുക്ക്. ഇങ്ങനെ കുറെ അധികം അവകാശങ്ങളുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്നുള്ളത് കുട്ടി ജനിക്കുക എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ജനിക്കാനുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്നുള്ളത്. എന്നാൽ ആ ജനിക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം. എന്നാൽ 2002 ഗുജറാത്ത് കലാപത്തിനകത്ത് ഒരു ഗർഭിണിയായിട്ടുള്ള അമ്മയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിക്കയറ്റി കൊലപ്പെടുത്തുന്ന രീതിക്ക് അത് ഉൾപ്പെടെ മാറുകയാണ്. അവിടെ 2 ജീവനുകൾ നഷ്ടപ്പെടുകയാണ്. കുട്ടിയുടെ ജീവനും അമ്മയുടെ ജീവനെല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുട്ടിയുടെയും അതുപോലെ തന്നെ അമ്മയുടെയും ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടെ ഇല്ലാതാവുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിന്റെ ഭാഗമായി കൊണ്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ തുറന്നു പറയാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ അതിനൊക്കെ എതിരെ വലിയ രീതിക്കകത്തുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മുടെ രാജ്യത്തിനകത്ത് കലാപങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിനകത്ത് കലാപങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂട്ടുകാരോട് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഒരുപക്ഷെ നമ്മൾ ഇതും തന്നെ അറിയാത്തത്, ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം ജീവിക്കുന്നത് കേരളത്തിലാണ് അല്ലേ? നമ്മളെല്ലാം ജീവിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൽ കൃത്യമായി കൊണ്ട് നല്ല രീതിക്കകത്തേക്ക് വിദ്യാർത്ഥികൾ, കുട്ടികളെയായാലും മുതിർന്നവരെയായാലും എല്ലാ വിഭാഗം ജനങ്ങളെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിലേക്ക് എങ്ങനെയാണോ പരിചരിക്കേണ്ടത് ആ രീതിക്കകത്തേക്കെല്ലാം തന്നെ നമ്മുടെ സർക്കാർ നോക്കി പോകുന്നുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യമായാലും നേരത്തെ തന്നെ പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുകയാണ്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ടുണ്ടായ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുട്ടികൾക്ക് പുസ്തകങ്ങളെല്ലാം തന്നെ നൽകുകയാണ്. ഇത്തരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ഏതൊക്കെ കാര്യങ്ങളിലാണോ ഇടപെടേണ്ടത്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പുസ്തകങ്ങൾ നൽകുകയാണ്, സൗജന്യമായിക്കൊണ്ട് യൂണിഫോം നൽകുകയാണ്, സൗജന്യമായിക്കൊണ്ട് ഉച്ചക്കഞ്ഞി നൽകുകയാണ്, ഉച്ചഭക്ഷണം നൽകുകയാണ്. ഉച്ചക്കഞ്ഞിയിൽ നിന്ന് ഉച്ചഭക്ഷണത്തിലേക്കായി മാറിയിട്ടുണ്ട്. സൗജന്യമായിക്കൊണ്ട് മരുന്നുകൾ നൽകുകയാണ് കുട്ടികൾക്ക്. എല്ലാ വിഭാഗം ജനങ്ങളെയും നല്ല രീതിക്കകത്തേക്ക് തന്നെ ശ്രദ്ധിച്ചു പോവുകയാണ്. കൂട്ടുകാരെ അവസാനിപ്പിക്കുകയാണ്. ഒരു പാട്ട് പാടുവോ? പാട്ട് പാടുവോ? പാട്ട് പാടുവോ? പാടൂലേ? പാട്ട് പാടാൻ കൂടുവോ? പാടിത്തന്ന മുതിർന്നവരോട് പാട്ട് പാടി ഏറ്റുപാടുവോ? ഓ, പാട്ട് പാടിക്കൂടെ? കൂടൂല എല്ലാവരും? വേനൽത്തുമ്പി കലാജാഥ ഉദ്ഘാടനമാണല്ലോ, അപ്പൊ നമുക്ക് വേനൽത്തുമ്പിയെ കുറിച്ച് ഒരു പാട്ട് പാടാം. വേനൽത്തുമ്പിയെ കുറിച്ച് ഒരു പാട്ട് പാടാം. മുന്നേയുള്ള വേനൽത്തുമ്പി ഉണ്ടായ ഒരു പാട്ടാണ്, നമുക്ക് അതൊന്ന് പാടാം. വേനൽത്തുമ്പികൾ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ ഇതുവരെ? വേനൽത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ വായോ 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 വർണ്ണത്തുമ്പികളെ കേട്ടിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. നമുക്ക് എന്നായി പാട്ട് പാടാം. പാടൂലേ? ഏറ്റുപാടുവോ? എല്ലാവരും പാടണം കേട്ടോ. മുതിർന്ന കൂട്ടുകാർ പാടണം, കുഞ്ഞു കൂട്ടുകാർ പാടണം, എല്ലാവരും ഏറ്റുപാടണം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇത്ര ആളുടെ ഇത്ര മാത്രമേ സത്യമുള്ളൂ. മുന്നിലിരിക്കുന്നവര് കൈയടിക്കുന്നില്ലല്ലോ. നമ്മള് കൈയടിക്കില്ല എന്ന് വീട്ടിൽ തീരുമാനം എടുത്ത് വന്നവരാ. കൂട്ടുകാരെ ഒന്നുകൂടെ കൈയടിച്ചേ. പാടില്ലേ? വരി ഇതാണ്. വേനൽത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ വായോ 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 വർണ്ണത്തുമ്പികളെ വർണ്ണത്തുമ്പികളെ വേനൽത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ വായോ 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 വർണ്ണത്തുമ്പികളെ വേനൽത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ വായോ 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 വർണ്ണത്തുമ്പികളെ വായോ 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 സ്വർണ്ണത്തുമ്പികളെ മഞ്ഞണി മലയുടെ നെറുകയിൽ നിന്നും ഒരമ്മ വിളിക്കുന്നു മഞ്ഞണി മലയുടെ നെറുകയിൽ നിന്നും ഒരമ്മ വിളിക്കുന്നു മണിച്ചിലമ്പൊലി പോലെ തെങ്ങും മാറ്റൊലി കൊള്ളുന്നു മാറ്റൊലി കൊള്ളുന്നു വേനൽത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ വായോ 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 വർണ്ണത്തുമ്പികളെ വായോ 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 സ്വർണ്ണത്തുമ്പികളെ നാളെ നിരത്തു തെളിക്കാനെത്തും നൂതന മോഹന താരങ്ങളെ നാളെ നിരത്തു തെളിക്കാനെത്തും നൂതന മോഹന താരങ്ങളെ അവർ കാട്ടും വഴി മുന്നേറുന്നതിൽ അറച്ചു നിൽക്കരുതേ അറച്ചു നിൽക്കരുതേ നാളെ നിരത്തു തെളിക്കാനെത്തും നൂതന മോഹന താരങ്ങളെ നാളെ നിരത്തു തെളിക്കാനെത്തും നൂതന മോഹന താരങ്ങളെ അവർ കാട്ടും വഴി മുന്നേറുന്നതിൽ അറച്ചു നിൽക്കരുതേ അറച്ചു നിൽക്കരുതേ വേനൽത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ വായോ 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 വർണ്ണത്തുമ്പികളെ വായോ 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 സ്വർണ്ണത്തുമ്പികളെ വായോ 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 സ്വർണ്ണത്തുമ്പികളെ വേനൽത്തുമ്പികളെ സ്വർണ്ണത്തുമ്പികളെ വായോ 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 വർണ്ണത്തുമ്പികളെ വായോ 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 സ്വർണ്ണത്തുമ്പികളെ. കൂട്ടുകാരെ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. ഇനിയുള്ള ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് മാത്രമാണ് വേനൽത്തുമ്പി എന്നുള്ളത്. ഏറ്റവും നല്ല രീതിയിലുള്ള ഇനിയുള്ള ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് വിളിച്ചു ചേർക്കാൻ വേണ്ടി അതുപോലെ തന്നെ അതിനകത്ത് പങ്കാളിത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റണം. ബാലസംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുഴുവൻ പേരും കൂടി ഉണ്ടാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്. മുഴുവൻ പേരെയും ബാലസംഘത്തിന്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പരിപാടി ഔപചാരികയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യാൻ നിർവഹിച്ചുകൊണ്ട് നിർത്തുന്ന കൂട്ടുകാരെ അഭിവാദ്യങ്ങൾ. അടുത്തതായിട്ട് വേൽത്തുമ്പി സ്ക്രിപ്റ്റ് പ്രകാശനവും അതുപോലെ കാര്യങ്ങൾ സംസാരിക്കാനുമായി സുന്ദരേട്ടനെ ക്ഷണിക്കുന്നു.
ഇവിടെ വിൽപ്പനക്കുണ്ട്. ബാലസംഘത്തിൻ്റെ വേനൽത്തുകയുടെ ചെലവിലേക്ക് വേണ്ടി സാമ്പത്തിക സമാഹരണത്തിൻ്റെ ഭാഗമായി കൂടിയാണ് സ്ക്രിപ്റ്റുകൾ അച്ചടിച്ച് വിൽപ്പന നടത്തുന്നത്. പറ്റുന്ന എല്ലാവരും അത് വാങ്ങി സഹകരിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാറുള്ളത്. വേനൽത്തുമ്പികൾക്കും വേനൽത്തുമ്പികളെ കാണാനും കേൾക്കാനെത്തിയുള്ള എല്ലാ നാട്ടുകാർക്കും കൂട്ടുകാർക്കും അഭിനന്ദനങ്ങളും ആശംസകൾ അർപ്പിക്കുന്നു. ഞാൻ അവസാനിക്കുന്നു. കൂട്ടുകാരെ, ഏപ്രിൽ 18-ന് 16-ന് ആരംഭിച്ച ക്യാമ്പ് അവസാനിക്കുകയാണ്. ഈ ചാത്തപോലത്തെ കുറെ ആളുകൾ, കുറെ കൂട്ടുകാർ, ബാലസംഘ പ്രവർത്തകരായ ആളുകൾ, പൊതുപ്രസ്ഥാനത്തിന്റെ ആളുകൾ നമുക്ക് നൽകിയ സ്നേഹവും കരുത്തും കരുതലുമായിട്ടാണ് ഞങ്ങൾ തുമ്പികൾ ഇന്ന് 34 സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പറന്നിറങ്ങുന്നത്. അവർക്കുള്ള ബാലസംഘ ഏരിയ കമ്മിറ്റിയുടെ ഉപഹാരമാണ് നൽകാൻ പോകുന്നത്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ ഉള്ള മുഴുവൻ സ്വാസംഘ പ്രവർത്തകരെ ക്ഷണിക്കുകയാണ്. മുഴുവൻ ആളുകളും ഒന്ന് സ്റ്റേജിലേക്ക് കടന്നു വരണം. സ്വാസംഘ പ്രവർത്തകർ, ക്യാമ്പ് മാനേജർ ഇവിടെ ഉണ്ട്, സ്വാസംഘ കൺവീനർ ഇവിടെ ഉണ്ട്. ഈ പരിപാടിക്ക് നന്ദി പറയണായി ബാലസംഘ മീഡിയ കോർഡിനേറ്റർ ആയിട്ടുള്ള കിരണേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷന്റെ ഒരു അവസാന രീതിയിലാണ് നന്ദി പ്രകാശനം നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വേനൽത്തുമ്പികളുടെ പരിപാടി ഇവിടെ ഈ സ്റ്റേജിൽ നടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രവിശ്യ പ്രമോദാണ്. കൂട്ടുകാരിക്ക് ബാലസംഘ കുന്നമംഗലം ഏരിയ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബാലസംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അഭയരാജ്, അതുപോലെ തന്നെ ജില്ലാ കൺവീനർ സുന്ദരേട്ടൻ, അതുപോലെ തന്നെ ഏരിയ കൺവീനർ സുനീഷേട്ടൻ, സുനിയേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിശീലന ക്യാമ്പ് പരിശീലകരായി ഇവിടെയുള്ള ബിജുവേട്ടൻ, അതുപോലെ തന്നെ ആഷിദ് മാഷ്, അതുപോലെ തന്നെ ശ്രീദത്ത്, അഭിരാമി, അങ്ങനെയുള്ള മുഴുവൻ പരിശീലകർക്കും, അതുപോലെ തന്നെ അശ്വന്തേട്ടൻ ഉള്ള മുഴുവൻ പരിശീലകർക്കും, അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചാത്തമംഗലത്തെ, അതുപോലെ തന്നെ സരസ ടീച്ചർ, രവീന്ദ്രേട്ടൻ, പ്രോപ്പർട്ടി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സഹായിച്ച ഷാജിയേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈൻ, നമ്മുടെ വേനൽത്തുമ്പികളുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് ജയദേവേട്ടനാണ്. അതുപോലെ തന്നെ നമ്മുടെ വേനൽത്തുമ്പിയുമായിട്ടുള്ള മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ഉജ്ജൽ, അതുപോലെ തന്നെ ക്യാമ്പ് മാനേജർ ഷൈനേജി, അങ്ങനെയുള്ള നമ്മുടെ ഈ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചാത്തമംഗലത്തെ സഖാക്കളെയും ഈ സ്വാഗതസംഘ സഖാക്കളെയും നമ്മുടെ ഈ 7 ദിവസം നമ്മുടെ ഏറ്റവും നമുക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഏറ്റവും നമ്മുടെ സംതൃപ്തി എന്ന രീതിയിലേക്ക് ക്യാമ്പിനെ എത്തിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാത്തമംഗലത്തെ സ്വാഗതസംഘ സഖാക്കൾക്കും നമ്മുടെ അതുപോലെ തന്നെ ഈ സ്കൂളിന് സൗകര്യം അനുവദിച്ചു തന്ന സ്കൂൾ PTA-ക്കും അതുപോലെ തന്നെ മുഴുവൻ ഈ ക്യാമ്പുമായി സഹായിച്ച മുഴുവൻ കൂട്ടുകാരെയും ബാലസംഘം കുന്നമംഗലം ഏരിയ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയത്തോട് ചേർത്ത് നന്ദി അറിയിക്കുന്നു. ഈ ഉദ്ഘാടന സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേനൽത്തുള്ളികളുടെ പരിപാടി ഇവിടെ ആരംഭിക്കുന്നതാണ്. അടിച്ചോ
Game with a lot of gold, remember?